എവ്രിവൺ. അപ്പോൾ നിങ്ങളുടെ എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പം എക്സാംസ് എന്ന് കേൾക്കുമ്പോൾ പല സ്റ്റുഡൻസും പല രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. ചിലർ ഭയങ്കര കൂളായിരിക്കും, ചിലർ ഭയങ്കര ടെൻഷനായിരിക്കും, ചിലർക്ക് ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെ ഒരുപാട് പല രീതിയിലാണ് പല സ്റ്റുഡൻസും അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പല സ്റ്റുഡൻസിനും പല സബ്ജക്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ മാക്രോ എക്കണോമിക്സിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനായിട്ടുണ്ട് അല്ലേ. പലർക്കും എന്താണ് എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ടെൻഷനും കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പോൾ മാക്രോ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നോക്കുകയാണെങ്കിൽ ഇതിലെന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂമറിക്കൽസ് ഓഫ് ഓൾ 3 മെത്തേഡ്സ്. നമുക്കറിയാം, നമുക്ക് എന്താ പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഈ 3 മെത്തേഡ്സിൽ നിന്നും ന്യൂമറിക്കൽസ് ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ് എന്ത്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നുള്ളതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഗുഡ്സും അതേപോലെ ഫൈനൽ ഗുഡ്സും എന്ന് പറയുന്ന ടോപ്പിക്സ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണിത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, മണി ആൻഡ് ബാങ്കിങ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് എന്താ, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. പിന്നുള്ളതാണ് പ്രോസസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രോസസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ചാപ്റ്റർ ആണ് എന്താ, ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈ അപ്രോച്ച് പഠിക്കാനായിട്ടുണ്ട്. അതേപോലെ എന്താണ്, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പിന്നുള്ളതാണ് നമ്മുടെ ഇൻഫ്ലേഷണറി ആൻഡ് ഡീഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കണം. ആൻഡ് എന്താണ്, ഈ ഇൻഫ്ലേഷണറി ആൻഡ് ഡീഫ്ലേഷണറി ഗ്യാപ്പ് നമുക്ക് എന്താ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. ആ മെഷേഴ്സ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുന്നതാണ് എന്താ, ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി ഇക്കോണമി എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് ഉണ്ട്. അതേപോലെ എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, എക്സാമ്പിൾ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് റെസീപ്റ്റ്സ് ഓഫ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ വിത്ത് ഡിഫറൻസ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് എന്താ, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അത് നമുക്ക് റീവാലുവേഷൻ ആൻഡ് ഡീവാലുവേഷൻ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അപ്രീസിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും എന്താണ്, റീവാലുവേഷനും ഡീവാലുവേഷനും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. അപ്പം നന്നായിട്ട് ആ ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ആൻഡ് മറ്റൊന്നാണ് എന്ത്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓട്ടോണോമസ് ആൻഡ് അക്യുമുലേറ്റിംഗ് ട്രാൻസാക്ഷൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഓട്ടോണോമസ് ആൻഡ് അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് ആണ്. സ്ഥിരം നമുക്ക് എക്സാമിന് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ചാപ്റ്റർ ആണ് എന്താ, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് നമുക്കറിയാം, കമ്പോണൻസ് ഓഫ് കറണ്ട് അക്കൗണ്ടും കമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടും. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റും ബാലൻസ് ഓഫ് ട്രേഡും. ഓക്കെ, BOPയും BOTയും തമ്മിലുള്ള ഡിഫറൻസും ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. BOP ആൻഡ് BOT തമ്മിലുള്ള ഡിഫറൻസ് ഇത് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാം. ഓക്കെ, ആൻഡ് നമ്മൾ ഓൾ ടുഗെദർ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാണ് നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മറ്റൊരു ചാപ്റ്റർ ആണ് എന്ത്, ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഈ 2 ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.